ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു മീനച്ചാറാണ്. ഇത് ഞാൻ 1/4 കിലോ ചൂര എടുത്തിരിക്കുകയാണ്, കേരച്ചൂര. അതിനകത്തിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലപോലെ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ എണ്ണ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു ട്രിപ്പ് കൂടെ വറുത്തെടുക്കാം. നമുക്ക് ആ മീൻ വറുത്ത് കോരിയ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനകത്തിലേക്ക് കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, ഞാനൊരു കുറച്ചേറെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറണം വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അതിന് ഞാനൊരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉലുവ പൊടിച്ചത്, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്ക് 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അതിനകത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് സാധാരണ അച്ചാറിന് വേണ്ടുന്ന പോലെയുള്ള ഉപ്പ് വേണ്ട. നമ്മുടെ മീനച്ചാറിന് നമ്മൾ മീൻ അതിലൊക്കെ ഇട്ടതാണ്. ഇതിനകത്തിലേക്ക് നമുക്ക് വറുത്ത് വെച്ച മീനിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് 1 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്താക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ആറിയിട്ട് ഒരു പാത്രത്തിൽ, വെള്ളം തൊടാത്ത ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാമെങ്കിൽ 2-3 മാസം കേടുകൂടാതെ ഇരിക്കുന്നതാണ്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.